നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ കോഴിക്കോട് നിന്നാണ്. ആഷിം സാറാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്, വൈഫും മോളുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം ഈ കടലുണ്ടി അതുപോലെ തന്നെ ഇക്കോ ടൂറിസം മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഒരു മാധ്യമ നമ്മുടെ മലയാള മനോരമ മാധ്യമത്തിലെ സ്പെഷ്യൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് ആഷിം സാർ. അദ്ദേഹത്തെ ഈ കടലുണ്ടിയിലെ ടൂറിസം ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഫാമിലി അടക്കം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു അനുഭവം കടലുണ്ടി ഇക്കോ ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരുക്കി ഇന്നത്തെ ഒരു 1 ഡേ പരിപാടി അത് ഫാമിലിയായിട്ട് വന്നതാണ്. സാറിൻ്റെ ഒരു അനുഭവം. സാർ നമസ്കാരം, ഒന്ന് പരിചയപ്പെടാമോ സാർ? നമസ്കാരം, ഞാൻ ആഷിം മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ കുടുംബമാണ്. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ അന്വേഷിച്ച് ഇവിടെ എത്തി. ഒരു ദിവസത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഇതിലൂടെയുള്ള കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര, ബോട്ട് യാത്ര. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തേത് ഇവിടുത്തെ ഭക്ഷണം, ഈ പുഴ മത്സ്യങ്ങളും എല്ലാം കൂടി വെച്ച് സീ ഫുഡ് വെച്ചിട്ടുള്ള ഭക്ഷണവും വളരെ സ്വാദുള്ളതായിരുന്നു. ഒരു ദിവസം ഇത്രയും സമയം കൊണ്ട് എത്ര പെട്ടെന്നാണ് പോയതെന്ന് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാഡത്തിൻ്റെ വൈഫ് പ്രത്യേകിച്ച് പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്ന ഒരു വലിയൊരു ത്യാഗം മനോഭാവം ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വല്ലപ്പോഴൊക്കെ ഒരു പുറത്തിറങ്ങാനും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം ഒന്ന് കറങ്ങാൻ അത് അവസരം പോലും കിട്ടാറില്ല. അതാണ് സത്യം. മാഡം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം? നല്ല അനുഭവമായിരുന്നു. വെറുതെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ മാത്രമായിരുന്നു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആഷിംചയുടെ ഫ്രണ്ട് ക്രൂ ആണ് ഇങ്ങനെ ഒരു സംരംഭം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും വഴിക്ക് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചേർന്നപ്പോൾ മനസ്സിലായി, വെറുതെ ആയില്ല. നല്ല രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ബോട്ടിലൂടെയുള്ള യാത്ര ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് പുതിയൊരു അനുഭവമായിരുന്നു. അത് ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. മിയാമി റിസോർട്ട് ആൻഡ് ഇക്കോ ടൂറിസത്തിന് ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ സഹായിച്ചതിന് നന്ദി. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. കടലുണ്ടി എന്ന് പറയുമ്പോൾ 2 കാര്യത്തിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. ഒന്ന്, ദേശാടന പക്ഷികളുടെ ഒരു കേന്ദ്രമാണ്. അറൗണ്ട് 256 ടൈപ്പ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടെന്നും അതുപോലെ തന്നെ ഒക്ടോബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ് അവരുടെ സീസണും. അവർ അവരുടെ ദേശത്തേക്ക് തിരിച്ചു പോകാറാണ്. അതുപോലെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കണ്ടൽ ചെടികളാണ്. സുനാമി പോലുള്ള ദുരന്തങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ആവാസ വ്യവസ്ഥയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള അഭൂതപൂർവമായ കഴിവുള്ള ഒരു സസ്യമാണ് ഈ കണ്ടൽ ചെടികൾ അല്ലെങ്കിൽ മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. ലോകത്തിൽ അറിയപ്പെടുന്ന 47 തരത്തിലുള്ള കണ്ടൽ ചെടികളാണുള്ളത്. കടലുണ്ടിയിൽ 8 മാത്രമാണുള്ളത്. 1992 കേരളത്തിലെ വനംവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ള കണ്ടൽ ചെടികളുടെ ഒരു വർക്ക് തുടങ്ങിയത്, സംരക്ഷണം തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം നല്ലൊരു പിന്നെ സെറ്റപ്പുള്ള രീതിയിൽ കടലുണ്ടി ടൂറിസത്തിൻ്റെ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഈ കണ്ടൽ ചെടികൾ. മോള് പഠിക്കുന്ന ആയിഷ പഠിക്കുന്നത് പിന്നെ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് പൂനെ എന്ന് കഴിഞ്ഞു വരികയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു വിദ്യാർത്ഥി ആയതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് മോളെ ഇന്നത്തെ ഒരു അനുഭവം? വളരെ നല്ല അനുഭവമായിരുന്നു. ഞാനും കുറേ ആയിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലേക്കൊന്നും പോയിട്ടില്ല. പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. കുറേ ബേർഡ്സിനെ ഞങ്ങൾ കണ്ടു. എന്താ പറയുക, ആ ഒരു ബോട്ട് ജേർണി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നതായിരുന്നു. സോ എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി ഈ ദിവസം. ഒന്ന് പേര് പറയോ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കുഴപ്പമൊന്നുമില്ലല്ലോ. ബോട്ട് യാത്ര പുതിയതല്ലേ. ഭക്ഷണം ഞാൻ മീനത്ര കഴിക്കില്ലെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരിക്കൽ താങ്ക് യു.